അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളെ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്.
കർത്താവ് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നീക്കുവാമേ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത് പുതുവത്സരം ഒരു അവസരമാണ്. മത്സരം ഒരു അവസരം. എന്തിൻ്റെ അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മുറിയിൽ പ്രശ്നമുണ്ടാകും, ഒരു മുറിയിൽ യേശു ഉണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരു മുറി പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ കുടുംബജീവിതം തകർച്ചയാണെങ്കിൽ ഉറക്കമുറിയിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണം. അരിപ്രശ്നം, ജോലി പ്രശ്നം, വിസ പ്രശ്നം, പ്രൊമോഷൻ പ്രശ്നമൊക്കെ ആണെങ്കിൽ അടുക്കള പ്രശ്നമാണതല്ല. അടുക്കള പ്രശ്നം കൂടുതലും അരിപ്രശ്നമാണ്. അപ്പോൾ ഒരു മുറി പ്രശ്നം ഉണ്ടാകും, വേറെ മുറിയിലായിരിക്കും യേശു ഉള്ളത്. ഇനി ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അവിടെ വേറെ ഒരാൾ മസ്റ്റായിട്ട് ഉണ്ടാകണം. കാനായിലെ കല്യാണത്തിൽ എങ്ങനെയാണ്, അടുക്കളയിലൊരു പ്രശ്നം, ആ മുറി പ്രശ്നം ഉണ്ടായി, വേറൊരു മുറിയിൽ യേശു ഉണ്ട്. പക്ഷെ യേശു ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ വേറൊരാളുണ്ടാകണം. അതാണ് വചനം പറയണത്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എന്തിനാ? പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ. അവരാണ് ഈ ലൈൻമാൻ എന്ന് പറയുന്ന ആള്, കണക്ഷൻ കൊടുക്കുന്ന ആള്. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇങ്ങനെ ചുമ്മാ വായിച്ചു പോകും, അതല്ല. അത് വായിക്കണമെങ്കിൽ അതിൻ്റെ എംഫസിസ് അറിയണം എന്നുണ്ടെങ്കിൽ തലേ ചാപ്റ്റർ വായിക്കണം. അതിൻ്റെ അപ്പുറത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? യോഹന്നാൻ്റെ 1-ാം ചാപ്റ്റർ വായിക്കണം. എന്താണ്? ആദിയിൽ
വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടി ആയിരുന്നു. വചനം ദൈവമായിരുന്നു. അപ്പം ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. അതിന് പകരമാണ് യോഹന്നാൻ്റെ ആ എഴുത്ത് ശൈലിയുടെ ഒഴുക്കിൽ യോഹന്നാൻ അറിയാതെ പറഞ്ഞു പോണതാണ്. എന്താണ്? കാനായിൽ വിവാഹാഘോഷം നടന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്ന പോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇനി അമ്മയുടെ റോൾ എന്താണ്? ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വചനവുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് അമ്മയുടെ റോളെന്ന് പറയുന്നത്. അപ്പം ദൈവം സ്ഥാപിതമായ ഒരു റോളാണത്, അല്ലാതെ നമ്മളുണ്ടാക്കിയെടുത്ത റോളല്ല. ദൈവസ്ഥാപിതമായ റോളാണ്. വചനം നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഉടമ്പടി. അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാരണമാണ് ഉടമ്പടിക്ക് ഭയങ്കരമായ ഈ സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാരും വന്നിട്ടും അവരുടെ ഒരു മിനിമം ലിറ്റിൽ ഫെയ്ത്താണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതിന് നോൺ പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദൈവം കൊടുക്കുന്നത്. എന്താ കാര്യം? അവരുടെ വിശ്വാസത്തെക്കാൾ ഉപരി മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഉള്ള അവലംബമായിട്ട് അത് വരണത്. ഇനി രസമെന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഈ കൂടെ താമസിച്ചവനെ രാത്രി അറിയത്തുള്ളതെന്ന് പറഞ്ഞ പോലെ പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഇന്നലെ കണ്ടില്ലേ? അപ്പോൾ പ്രഭു ഈശോ എന്ത് പറഞ്ഞു? റബി എന്ത് പറഞ്ഞു? വന്ന് കാണുക. ഈ എവിടെയാണ് താമസിക്കണമെന്ന് അപ്പോസ്തലന്മാർ തിരക്കിയെടുക്കണ മുമ്പ് വചനത്തിൻ്റെ കൂടെ താമസം ആരാണ്? അമ്മയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞ് തികയാതെ വന്നപ്പോഴേ ഉടനെ യേശുവിൻ്റെ അമ്മ പിന്നെ 2:3 അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അതാണ് വിഷയം. അതായത് ആ തീർന്നുപോയ വിഷയം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി തലവെക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായ ഒത്തിരി പരിഹാരങ്ങളുള്ളതാണ്. ഇങ്ങനെ തീർന്നു പോയെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അരി തീർന്നു പോയാൽ എന്ത് ചെയ്യും? കടയിൽ പോയി മേടിക്കും. ഇപ്പം പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം തന്നെ ഫോൺ കുത്തി പറഞ്ഞാൽ അരി വീട്ടിൽ കൊണ്ടുവരും. അന്നിപ്പോൾ കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ചെന്ന് മേടിക്കണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ മേടിക്കാം, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം. സിമ്പിളായിട്ട് പരിഹരിക്കാം. ഇവിടുത്തെ മറിയം എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയുന്നത്. മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. എന്താണ്? പലരും ദൈവത്തെ വിശ്വസിക്കും, എന്നാലും മനസ്സിൽ അവബോധം മനസ്സിൽ പറയും അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 98% മാർക്കുണ്ടല്ലേ. 98 94 ഉള്ള അണ്ണന്മാർ ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കുമെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥിക്കുന്നത്. മക്കൾക്കൊന്നും അത്ര താല്പര്യം. മക്കളെയും കൊണ്ട് അമ്മമാരും തന്നെ കാണാം. അതുങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിൽക്കും. എന്താ കാര്യം? അമ്മ വരാൻ പറഞ്ഞു വന്ന് അതുപോലെ വന്ന് മുട്ട നിൽക്കുക. അവരെ കാണുമ്പോൾ നമുക്കറിയാം ഇത് വെറുതെ പെലിച്ചാഴികൾ വലിഞ്ഞുകയറി ആൾക്കാരെ നിൽക്കണമെന്നറിയാം. കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാര്യം ദൈവതിരുസന്നിധിയിൽ വരുമ്പോൾ നല്ല വിശ്വാസവും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമ്മുടെ വിശ്വാസവും കാര്യം നമ്മളുടെ ഒരു അഹങ്കാരമാണ് ഇതിൻ്റെ അകത്ത് വരണതേ. വെച്ചാൽ എനിക്ക് മാർക്കുണ്ട്, പിന്നെ ഞാനെന്തിനാണ് ഉടമ്പടി എടുക്കണത്? ഞാനെന്തിനാണ് ആൾക്കാരെ വന്ന് പ്രാർത്ഥിക്കണത്? ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പം സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കണത്. ഈ കാനായിലെ കല്യാണത്തിൽ വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാൻ, അത് മെറിറ്റാണത്. വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ്. ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ പൈതലെ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കണത്. ദൈവം അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞ് എനിക്ക് അനുഗ്രഹം കിട്ടാവൂ. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എനിക്ക് കഴിവുണ്ടാകാം, കഴിവില്ലായിരിക്കും, അതല്ല പ്രശ്നം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മറിയത്തിൻ്റെ ഒരു നിലപാടാണത്.
മറിയത്തിൻ്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂർവ മനോഭാവത്തിൻ്റെ എതിരെയുള്ള നിലപാടാണ്, ഒരു സുവിശേഷവിധ നിലപാടാണ് മറിയത്തിൻ്റെ. അപ്പം ഇത് നമ്മളെപ്പോഴും മെറിറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് യോഗ്യത, വീട്, ജോലി, ആസ്തി, ലോക്കറിലെ പണം അല്ലെങ്കിൽ സ്വർണം, എന്തെല്ലാം ആസ്തി ഉണ്ടെങ്കിലും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആധ്യാത്മികത നമുക്ക് സാധിക്കില്ല. നമുക്കത് ഒന്നും ഇല്ലാത്തവനെ പോലെ തന്നെ ആയിരിക്കണം ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. അതാണ് ആധ്യാത്മികത എന്ന് പറയണത്. ശരിക്കും പറഞ്ഞു അതിലാണ് ദൈവം നമുക്ക് റെസ്പോൺസിബിൾ ആകണത്. കാര്യം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പൊന്നുണ്ട്, നമുക്ക് സ്വാധീനമുണ്ട്, പ്രാർത്ഥനയിലൊക്കെ നടക്കും എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ നടക്കില്ല, അഥവാ നടന്നാലും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നാൽ മതി. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ പല അനുഗ്രഹങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയണത് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിശ്വാസം അവരിലാണ് ഒന്നാം സ്ഥാനം. അവിടെ കഴിവിലും മാർക്കിലും പണത്തിലും എക്സ്പീരിയൻസിലുമാണ്. രണ്ടാം സ്ഥാനമാണ് ദൈവത്തിന് പലപ്പോഴും വരണത്. മറിയം ആ വിഷയം എടുക്കണില്ല. വായ്പ മേടിക്കണ്ട, വിലക്ക് മേടിക്കണ്ട, മറിച്ച് ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ ഈശോനെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം എടുപ്പിക്കണം. ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിനേക്കാൾ ഉപരി ഒരു ആത്മബന്ധത്തിൻ്റെ വിഷയമാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ പേര് സുരേഷ് ഫെലിക്സ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. കാര്യം ഇങ്ങനൊരു സാക്ഷ്യം പറയാനായിട്ടും ഇവിടെ വന്നു നിന്ന് മാതാവിൻ്റെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യം പറഞ്ഞത് എൻ്റെ സിസ്റ്ററിന് MSc നേഴ്സിങ്ങിൻ്റെ പരീക്ഷയുടെ സമയത്ത് അവൾക്കത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാമെന്ന് അമ്മ നേർന്നിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫ് 2023 മുതൽ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. എങ്കിലും എനിക്ക് അതിനകത്ത് അങ്ങനെ വലിയൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നു പോകും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്നൊരു സംശയത്തിൽ ഞാനങ്ങനെ അതിന് വലിയൊരു ഇതൊന്നും കൊടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്തിന് ഞാൻ പലപ്പോഴും പഠിക്കുന്ന സമയത്തും ഒക്കെ എൻ്റെ മെറിറ്റ് അല്ലായിരുന്നിട്ടും എനിക്ക് ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട്, അതുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് എനിക്ക് എല്ലാ കോഴ്സുകളാണെങ്കിലും അതുപോലെ തന്നെ ജോലി, എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നല്ല രീതിയിൽ നടന്നുപോയി. ഒരിക്കലും എൻ്റെ മെറിറ്റ് അല്ലായിരുന്നു, എല്ലാം ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് ആയിരുന്നു. അങ്ങനെ എനിക്ക് 2 പോസ്റ്റ് ഗ്രാജുവേഷനും ലോയും ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചു. എങ്കിലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് തന്നെയായിരുന്നു. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അത്രയും നല്ലത്. കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും ഞാൻ ഗവൺമെൻറ് ജോലിക്ക് അപേക്ഷിച്ചു, പക്ഷേ അപ്പോൾ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാനൊരു 7ഓളം പ്രൈവറ്റ് കമ്പനികൾ, 6-7 പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്തു. വിവിധ തസ്തികകളിൽ അഡ്മിനിസ്ട്രേഷൻ, HR, ലീഗൽ എല്ലാ വകുപ്പുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു ഗവൺമെൻറ് ജോലി അപ്പോൾ ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ ആ കിട്ടുന്നതനുസരിച്ച് അങ്ങ് പോയി. എന്തായാലും എൻ്റെ പഠിത്തവും കാര്യങ്ങളും നടക്കുന്നുണ്ട്, എനിക്ക് മാന്യമായൊരു ശമ്പളമുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ, അങ്ങനെ അങ്ങ് പൊക്കോട്ടെന്ന് ഓർത്തു. എങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം വീട്ടിൽ അങ്ങനെ തന്നെ പോയി. അങ്ങനെ ഇരിക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഒരു പ്രോജക്റ്റ് വന്നു. അത് കോൺട്രാക്ട് ബേസിസിലായിരുന്നു. ആ പ്രോജക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു 2 വർഷത്തെ കോൺട്രാക്റ്റിനൊരു ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അത് ലഭിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവിടെയും ഫ്യൂച്ചറിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പെർമനൻറ്റ് ജോലിയൊക്കെ കിട്ടാൻ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് നമുക്കത് അബ്സോർവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു പോസിബിലിറ്റി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം അത് പ്രാർത്ഥിച്ചു. ഞാൻ പല അവസരങ്ങളിലും പല ഹയർ പോസ്റ്റൊക്കെ വന്നപ്പോൾ ഞാൻ അപേക്ഷിച്ചിട്ടും അപ്പോഴെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച ഒരു പോസ്റ്റിൽ കോൺട്രാക്റ്റ് വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ 60 വയസ്സ് വരെ അങ്ങ് പോകാൻ, പെൻഷനൊന്നും കാണത്തില്ല, ഒരു സ്റ്റാൻഡേർഡ് സ്കെയിൽ പേ കിട്ടും, അത്രേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്ര അടുത്ത് വന്ന് ഇങ്ങനൊരു അവസരമൊക്കെ ദൈവം തന്നു. എന്നിട്ടും എന്തുകൊണ്ട് നമുക്കതൊരു പെർമനൻ്റായിട്ട് കിട്ടുന്നില്ല? അപ്പോൾ പലപ്പോഴും ഏവിയേഷൻ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും 10-17 വർഷം പ്രൈവറ്റിലായിരുന്നതുകൊണ്ടും അവർക്കൊരിക്കലും അത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അറിയാമല്ലോ, ഗവൺമെൻറ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അകത്ത് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞൊന്നും അയാൾക്ക് കിട്ടത്തില്ല. ഓൾ ഇന്ത്യ നോട്ടിഫിക്കേഷനാണ്, അതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സിൽ കൂടെ പോകണം. അപ്പോൾ അവിടെ അകത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു സ്പെഷ്യൽ കാര്യമൊന്നുമല്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ആ സെയിം പോസ്റ്റിൽ തന്നെ
ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ വരികയുണ്ടായി. പക്ഷേ ഒറ്റ വേക്കൻസി ഉള്ളപ്പം ഞാനൊരു ജനറൽ കാറ്റഗറിയാണ്, മൈനോറിറ്റി കാറ്റഗറി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് റിസർവേഷനോ ഒരു കാര്യങ്ങളും ഇല്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യനും കൂടാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു ഹയർ പോസ്റ്റുകളിലോട്ടൊക്കെ എപ്പോഴും അവർ കൂടുതലൊരു നോർത്ത് ഇന്ത്യൻസിന് തന്നെ ഒരു പ്രിഫറൻസ് വരും. അത് ഓട്ടോമാറ്റിക്കലി, കാരണം അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും ഹിന്ദിയൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് എപ്പോഴും ഇൻ്റർവ്യൂവിൽ ഒരു പ്രിഫറൻസും അവർക്കേ വരത്തുള്ളൂ. അപ്പം എനിക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലേ, പ്രൈവറ്റ് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അതൊരു കാരണവശാലും എനിക്കൊരു ക്വാളിഫിക്കേഷനായി മാറത്തില്ല. എന്നിരുന്നാലും ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എക്സ്റ്റേണൽ ബോർഡും അതും ഇതൊക്കെയാണ്. ഇൻ്റർവ്യൂ വളരെ പ്രയാസമായിരുന്നു. എനിക്ക് കിട്ടത്തില്ല എന്നുള്ളത് ഏകദേശം എനിക്ക് അന്ന് തന്നെ ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഏതെല്ലാം ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പലരുമായിരുന്നു ഡെപ്യൂട്ടേഷനായിട്ടോ അല്ലെ ഈ പോസ്റ്റിലേക്കോ അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി അവരുമായിട്ട് മത്സരിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എനിക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം ഗവൺമെൻറ് എക്സ്പീരിയൻസ് വരുമ്പം എൻ്റെ കുറഞ്ഞു പോകും. എന്നാലും ഞാനത് അപ്ലൈ ചെയ്തു. ഏകദേശമൊക്കെ ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആകാറായി. അപ്പോൾ എനിക്ക് ഏകദേശം അറിയായിരുന്നു ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും. കാരണം ഓട്ടോമാറ്റിക്കലി ഒരു പെർമനൻറ്റ് പോസ്റ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ടെമ്പററി എടുത്ത ആൾ അയാളുടെ പീരീഡ് കഴിയുമ്പോൾ അയാൾ ഇറങ്ങിപ്പോകണം. അയാൾക്ക് പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ ആ സമയത്തും കൃപാസന ഉടമ്പടിയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, വൈഫും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ കാര്യവും എനിക്കറിയാം. അവളും അത് പാസ്സാകുകയും ചെയ്തു. അമ്മ അങ്ങനെ നേർന്നിട്ട് അവൾക്ക് പാസ്സായി. അപ്പോൾ വൈഫും ഒക്കെ പറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴും അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തിരുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എങ്കിലും പിന്നെ ഞാനതങ്ങ് വിട്ടു മാറി അങ്ങ് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 9 വർഷം മുമ്പ്, ഒരു KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഞാൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറ്റിയ ഒരു പരിക്കിൻ്റെ ഭാഗമായിട്ട് ബ്ലാഡറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വന്നു തുടങ്ങിയത് 2 വർഷം മുമ്പായിരുന്നു. 1.5 കൊല്ലം ചികിത്സയൊക്കെ ചെയ്തിട്ടും അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇടയ്ക്കാണ് അവിടെ ഡൽഹിയിൽ തന്നെ പല ടോപ്പ് കാറ്റഗറി ഓഫീസേഴ്സിനൊക്കെ ഇത് ചെയ്യുന്ന, നമ്മുടെ ചികിത്സ ചെയ്യുന്ന, ഈ മർമ്മ ചികിത്സ ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാനിടയായി. അതൊരു സിസ്റ്റർ വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ നമുക്ക് ഈ ചികിത്സ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാഡർ അങ്ങ് ശരിയായേക്കും. അങ്ങനെ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നാൽ ശരി തുടങ്ങിയേക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് 14 ദിവസത്തെ സമയമേ ഉള്ളൂ ഇതപ്പോൾ. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആക്കിയത്, ചിലപ്പോൾ എൻ്റെ ഒരു റിസൾട്ട് വരാനുണ്ട്, അത് ഫെയിലായാൽ ഞാൻ പിന്നെ അധികാലം നിൽക്കത്തില്ല ഡൽഹിയിൽ, എനിക്ക് തിരിച്ചു പോയി ലോ പ്രാക്ടീസ് ചെയ്യുമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോട്ടോ കയറുക എന്നുള്ളതേ ഉള്ളൂ. അന്ന് പറഞ്ഞപ്പോൾ അയാൾ 1 മിനിറ്റ് പറഞ്ഞു, ഏതായാലും നിങ്ങൾ വീട്ടിലോട്ട് വന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് അയാൾ കയറി വന്നു. വീട്ടിൽ കയറി വന്നിട്ട് അയാൾ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളങ്ങനെ അപേക്ഷിച്ചേക്കുക അല്ലേ, അതായത് ഇതൊക്കെ ശരി, ഇവിടെ എന്തോ ഒരു പ്രാർത്ഥനയുടെ കുറവ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തോന്നുന്നുണ്ട്. അത് എവിടെയോ ഈ ആലപ്പുഴയിലെങ്ങാണ്ട് ഒരു 90 ദിവസത്തെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല. അയാൾ ഇതായിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു കൃപാസനത്തെക്കുറിച്ച് അത്ര വലിയ അറിവൊന്നും അദ്ദേഹത്തിനില്ല. ചുമ്മാ അത് പറഞ്ഞു. ഞാൻ അന്നേരവും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ചികിത്സയും തുടങ്ങി, റിസൾട്ടും വന്നു. ഞാൻ ഫെയിലായി, വെയിറ്റിംഗ് ലിസ്റ്റിലായിപ്പോയി. ഫസ്റ്റ് വേറെ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിൽ നിന്നുള്ള ആൾക്ക് കിട്ടി. അപ്പം എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് അതിനകത്ത് പറ്റാത്ത തോന്നുന്നു. പിന്നെ ഞാൻ ഓർത്തതായാലും ചികിത്സ തുടങ്ങിയില്ലേ, ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മർമ്മ ചികിത്സ എന്നൊന്നും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ശരി എന്നാൽ അങ്ങനെ തുടർന്നോട്ടെ എന്നോർത്തു. പിന്നെ അദ്ദേഹം അന്ന് രാത്രി വന്നപ്പോഴും ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്നാ വല്ലാതിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിസൾട്ട് വന്നു, ഇനിയിപ്പം എനിക്ക് അധികം എക്സിസ്റ്റൻസ് ഇല്ല, എൻ്റെ തീരാറാവും, ഡിസംബറോടുകൂടി എൻ്റെ കോൺട്രാക്റ്റ് തീരും, ഞാൻ തിരിച്ചു പോയി. ഇനി റിന്യൂ ചെയ്താലും ഞാൻ നിൽക്കുന്നില്ല. കാരണം പെർമനൻറ്റ് പോസ്റ്റിൽ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് പിന്നെ അതിനകത്ത് ഇരിക്കുന്നത്, വലിയ കാര്യമില്ലല്ലോ. ചിലപ്പോൾ സർക്കാരിനോട് ചോദിച്ചാൽ സർക്കാർ 2 കൊല്ലം 3 കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരുമായിരിക്കും. ആവശ്യമുണ്ട് വേറെ ഏതെങ്കിലും ഇന്ത്യയിൽ എവിടെയും വിടാം. 19 ബ്രാഞ്ചുകളോളം ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ എവിടെ വേണേലും വിടാം. പിന്നെ ഇനി വല്ല ബോംബെയിലോ വേറെ എന്തെങ്കിലും സൈഡിലോട്ട് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഫാമിലിയായിട്ടത് പോകാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും പെർമനൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനെന്നാൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും അയാൾ എന്നോട് ചോദിച്ചു, ഞാനെന്ന് എന്തോ ഒരു പ്രാർത്ഥന 90 ദിവസമൊക്കെ ആലപ്പുഴയിലൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതല്ലേ, അതൊന്ന് ചെയ്തുകൂടാൽ എന്താ, അത് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു അത്ഭുതം നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരറിവില്ലാത്ത ഒരു മനുഷ്യൻ ഇതിങ്ങനെ പറയുകയും അയാൾക്ക് അപ്പോഴും കൃപാസനം എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനുമാണ് അയാൾ. ക്രിസ്ത്യാനി തന്നെയാണ്. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനെന്നാൽ ഓർത്തു, ഏതായാലും അമ്മ ഇങ്ങനെ ഇതൊന്ന് ചെയ്തു, പെങ്ങളുടെ കാര്യത്തിലൊരു ഇതുണ്ടായി, അവൾക്കൊരു പാസ്സാകാൻ പറ്റി, പിന്നെ വൈഫും ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ പിന്നെ ഏതായാലും ഒന്ന് ചെയ്തേക്കാം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ല, ഇവിടുന്ന് ഇപ്പോൾ ഏതായാലും പോരുക, അടുത്തൊരു പരിപാടി നോക്കണം. അപ്പോൾ ഞാനത് പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല ഡൽഹിയിലുള്ള
വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഓർഫനേജുകൾ, അങ്ങനെ വലിയ ഇതായിട്ടുള്ളതൊന്നുമല്ല. അവിടെയൊക്കെ പോയി എന്നെക്കൊണ്ടാകാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ കുറച്ചുകൂടെയൊക്കെ ജീവിത രീതികളിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. ഞാൻ കുറച്ചുകൂടെയൊക്കെ ജോലിയിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാര്യം ഇപ്പോൾ എനിക്കിനിയിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം നല്ലത്. കാരണം ഒറ്റ സൗത്ത് ഇന്ത്യനേ ഉള്ളൂ, ഓൾ ഇന്ത്യ ആ ഒരു ഓർഗനൈസേഷൻ, ഏവിയേഷന് കീഴിലാണ്. അപ്പോൾ ഞാനായിട്ട് ഇനിയിപ്പോൾ അതിനകത്തൊരു മോശം കാണിക്കേണ്ട, അയാൾ നിന്ന് ലാസ്റ്റ് ഡേയ്സ് വരെ നന്നായിട്ട് അങ്ങ് പൊക്കോട്ടെന്ന് ഓർത്ത് ഞാൻ നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ച് അതേ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ പയ്യെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഇനിയിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 90 ദിവസം ഈ ഉടമ്പടി നന്നായിട്ട് ചെയ്യുക. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. 5 മണിക്ക് എണീക്കാത്ത, ഞാൻ പല കോഴ്സുകൾ പഠിച്ചപ്പോഴും ഒന്നും ഞാനൊരിക്കലും 5 മണിക്ക് എണീറ്റ് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു 5 മണിക്ക് എണീറ്റ് 5:30 ആകുമ്പോൾ എണീറ്റ് അച്ഛൻ്റെ ഈ പ്രയർ കൂടുക, പിന്നെ കുറച്ചുകൂടെ മാതാവിനെ അറിയുക, കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ, കാര്യങ്ങളൊക്കെ, അതിപ്പോൾ എനിക്ക് നല്ല പുതുമ തോന്നി. ഓക്കെ, തീർച്ചയായിട്ടും നല്ല ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുമല്ലോ, ഏറ്റവും വലുത് അതല്ലേ. അങ്ങനെ ഞാനത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴും എനിക്ക് അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ശകലം ഇടയ്ക്ക് വിഷമം വന്നായിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ വെച്ചാലും റിസൾട്ട് ഡിക്ലെയർ ചെയ്തു 3 മാസത്തിനുള്ളിൽ ആൾ ജോയിൻ ചെയ്യും. അപ്പോൾ പിന്നെ ഇനിയിപ്പം അടുത്തൊരു പരിപാടി നോക്കണം, ഡിസംബർ വരെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നതിലും കാര്യമില്ല എന്നുള്ള ഞാൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്താണ് വെറുതെ ഞാൻ അച്ഛനെന്ന ഇടയ്ക്ക് പറയുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. വെറുതെ ഞാനൊരു ഡേറ്റ് ഇട്ടു, മെയ് 2-ാം തീയതിയിലേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുകയാണെ അത് വലിയൊരു അത്ഭുതമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് ചുമ്മാ പറഞ്ഞു, എന്നാൽ പിന്നെ മെയ് 7 വെച്ചോ, മെയ് 7-ന് ഞാൻ പറഞ്ഞു നീ ഇട്ടോ, അപ്പോൾ അവൾ ഉടമ്പടിയിലുള്ളതല്ലേ, അതുകൊണ്ട് ശരി മെയ് 7 ഇട്ടോ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 2 ഇട്ടോ, അവൾ മെയ് 7 ഇട്ടു. ഏകദേശം ഞാൻ പയ്യെ ഇങ്ങനെ ഈ ഓർഫനേജുകളും അങ്ങനെയുള്ള മന്ദിരങ്ങളൊക്കെ സന്ദർശിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി തുടങ്ങി പോസിറ്റീവ്ലി ഞാൻ അതിലേക്ക് കയറാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നൽ വീണ്ടും എൻ്റെ മനസ്സിൽ വരികയും ഏതാണ്ട് ഒരു ഏപ്രിൽ അവസാനം ആകാറായപ്പോഴേ ഞാൻ അതിൻ്റെ സെക്രട്ടറിയുടെ വായിൽ നിന്ന് കേട്ട ഒരു വാക്ക്, ഫസ്റ്റ് വന്ന ആളെ സംബന്ധിച്ചോളം അയാൾ എന്തോ പരസ്പര വിരുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു, ഒരു പക്ഷേ ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല. കാര്യം അയാൾ എന്തൊക്കെയോ മാറി അയാൾക്ക് ബോംബെ വേണോ, അവിടെ വേണോ, ഇവിടെ വേണോ എന്നൊക്കെ മാറി ഗവൺമെൻറ്റിൽ തന്നെ ഇരുന്ന ആളാണ്, അങ്ങനെ മാറി പറയുന്നു. ഒരു പക്ഷേ അത് മാറി സുരേഷിലേക്ക് തന്നെ അത് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല, അങ്ങനെ തന്നെ പോയി. അങ്ങനെ കൃത്യം മെയ് 2-ാം തീയതി ആയപ്പോഴത്തേക്കിന് ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ അവിടെ വരികയും എന്നെ നേരിട്ട് വിളിച്ച് എന്നോട് പറയുകയാണ്, ഞങ്ങൾ മാക്സിമം ഫസ്റ്റ് ആൾ വളരെ മിടുക്കനായിരുന്നു, നിങ്ങൾക്ക് സെക്കൻഡ് ആളെന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ഭയങ്കര അന്തരമാണ് വന്നത്. 15 പേരായിരുന്നു ലക്ഷങ്ങളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 15 പേരായിരുന്നു ഇൻ്റർവ്യൂവിന് വന്നത്. അപ്പോൾ ആ 2 പേരും തമ്മിൽ ഇത്രയും അന്തരം ഉണ്ടായിട്ടും ആദ്യത്തെ ആളെ എന്തോ പ്രശ്നത്താൽ അയാൾക്ക് പറ്റുന്നില്ല, അയാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അയാളുടെ സ്ഥാപനത്തിൽ തന്നെ ഗവൺമെൻറ്റാണ് കണ്ടിന്യൂ ചെയ്യുകയാണ്, അപ്പോൾ നിങ്ങൾക്കാണ് ചാൻസ് വരാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ ആരോടും ഒന്നും പറയേണ്ട, കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്ക് തോന്നിയ 2-ാം തീയതി ഞാൻ വെറുതെ എഴുതിയിട്ട് 2-ാം തീയതി തന്നെ ഇത് കറക്റ്റായിട്ട് സംഭവിക്കുകയും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ സാക്ഷ്യം പറയണമെന്ന് തീരുമാനിച്ചിരുന്നു. പിന്നീട് ഏകദേശം 7-ാം തീയതി ആയപ്പോൾ വൈഫ് ഡേറ്റ് ഇട്ടിന് 7-ാം തീയതി ആയിരുന്നു. 7-ാം തീയതി ആയപ്പോൾ എൻ്റെ ഓഫർ ലെറ്ററും കിട്ടി. അങ്ങനെ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇന്നിപ്പോൾ ഞാൻ ഡൽഹിയിലെ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കിപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി ഞാൻ ജോലി ചെയ്തു വരുന്നു. അത് കൃപാസന മാതാവിൻ്റെ അടുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ 101% വിശ്വസിക്കുന്നു. കാരണം ഒരു കാരണവശാലും അതിനകത്ത് കിട്ടാനായിട്ടുള്ള ഒരു മെറിറ്റ് ഉണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ എനിക്കത് ലഭിക്കുകയും ചെയ്തു. ഞാനതിന് പ്രത്യേകം മാതാവിനോട് നന്ദി പറയുന്നു. ഒരു യേശുവിൻ്റെ സാക്ഷിയായി എന്നും ജീവിക്കാൻ എന്നെ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ പത്രം ഡൽഹിയിലെ NCR ഏരിയയിലൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ബൈബിൾ അരമണിക്കൂർ വായിക്കാൻ, കാരണം ബൈബിൾ വായിക്കുമായിരുന്നു, ചുമ്മാ അങ്ങ് എവിടുന്നേലും എടുത്ത് വായിക്കുമായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിനൊരു സുഖം, നമ്മളങ്ങനെ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, എന്നാലും അവിടെ ചെന്ന് സന്ദർശിക്കുകയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കൊരിക്കലും വില കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല. അതൊക്കെ കൃപാസനത്തിൽ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നടന്നത്. അല്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഓർഫനേജ് സന്ദർശിക്കാനൊന്നും ഞാനിതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, ഇങ്ങനൊരു ഇതുകൊണ്ട്. അത് TV കാണുന്ന പോലെയല്ല നേരിട്ട് എന്ന് കാണുമ്പോഴത്തേക്കിന്. അതിവിടെ പലർക്കും അറിയാമായിരിക്കും, അത് ചെല്ലുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതൊക്കെ കൃപാസനത്തിൽ വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനെല്ലാം ഞാൻ ദൈവത്തിന് പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഞാൻ എറണാകുളം പള്ളിപ്പുറം കടപ്പുറം വേളാങ്കണ്ണി മാതാ പള്ളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അക്സ, ഇതെൻ്റെ ഹസ്ബൻഡ് റേഗൻ, ഇത് 2ാമത്തെ ഞങ്ങളുടെ കുഞ്ഞാണ് ഗബ്രിയേൽ നദാൻ. ഞാൻ 2023 ജനുവരിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. 2016-18 കാലങ്ങളിൽ എനിക്ക് ഉടമ്പടി പത്രം, കൃപാസന പത്രം ഒരുപാട് പേര് തന്നിട്ടുണ്ട്. എങ്കിലും ഞാനത് വായിച്ച് നോക്കിയെങ്കിലും അത് കയ്യിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്.
പിന്നെ കോവിഡിൻ്റെ സമയത്താണ് കൂടുതൽ യൂട്യൂബ് വഴി അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം കണ്ടു തുടങ്ങിയത്. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായി പ്രാർത്ഥിക്കാൻ വേണ്ടി നിയോഗം ഇട്ടിരുന്നത്. ആദ്യത്തെ കൊച്ചുണ്ടായതിന് ശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ട്യൂബൽ പ്രഗ്നൻസി വരികയും അത് റപ്ചറാവുകയും കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. അത് കഴിഞ്ഞത് ഒരു സർജറി വഴി റിമൂവ് ചെയ്യേണ്ടി വന്നു. ആ ഒരു സന്ദർഭം കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞത് അടുത്തതിന് കുറച്ച് റിസ്ക് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. രണ്ടാമത്തെ പുതുക്കലിന് ശേഷം അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയിരുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞ് വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പോയി. ആ മാസം തന്നെ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായി. ആ ഒരു സമയത്ത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ ഉടമ്പടി ഓൺലൈൻ വഴിയാണ് ഞാൻ പുതുക്കിയിരുന്നത്. 9ാം മാസത്തെ സ്കാനിങ് വന്ന സമയത്ത് കുഞ്ഞിന് ഹാർട്ടിന് ചെറിയൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ആ സമയത്ത് 4D സ്കാനിങ്ങിനൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് മുതൽ ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ച് 5:30 പ്രാർത്ഥനയുടെ സമയത്തും സായാഹ്ന പ്രാർത്ഥനയ്ക്കും കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് എൻ്റെ വയറ്റത്ത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിരുന്നു. എന്നാൽ ഡെലിവറി സമയത്ത് ഒരു കുഴപ്പമില്ലാണ്ട് കുഞ്ഞ് നന്നായി കരയുകയും പാൽ കുടിക്കുകയും എല്ലാം ചെയ്തു. വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 6 മാസം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഒന്ന് എക്കോ ടെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത്രയും കാലങ്ങളിലും ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി എല്ലാ ദിവസവും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 6ാം മാസത്തെ എക്കോ ചെക്കപ്പിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ കാര്യം പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറിനെ കാണാൻ വരണ്ടെന്നാണ് പറഞ്ഞത്. അതിന് മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ 2 വർഷത്തോളമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിക്കൊരു പ്രമോഷന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ പല പ്രാർത്ഥനകളും നിയോഗങ്ങളിട്ട് പ്രാർത്ഥിച്ചെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ആ സമയത്ത് ഹസ്ബൻഡിന് ജോലിയിൽ പ്രമോഷൻ കിട്ടുകയും അതനുസരിച്ച് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ സാലറി ഇൻക്രിമെൻ്റ് എല്ലാം ലഭിക്കുകയും ചെയ്തു. അതിന് മാതാവിന് 1000 നന്ദി. പിന്നെ വിവാഹം കഴിഞ്ഞ സമയത്ത് മുതൽ ഞങ്ങളൊരു സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഓരോരോ കാരണങ്ങളും സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് അതിനു വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 2 വർഷമാവുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഒരു 3.5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് പ്രാർത്ഥിച്ച് ഓരോ വചനങ്ങൾ എഴുതിയിട്ടാണ് ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തിരുന്നത്. അത് പൊതുമേഖലകളിൽ സ്ഥാപനങ്ങളിലും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പള്ളിയിലാണെങ്കിലും എല്ലായിടത്തും ഞാൻ കൊണ്ടുപോയി അത് കൊടുത്തിരുന്നു. പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ട് ബൈബിൾ വായന ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു ലിമിറ്റ് വെച്ചിട്ട് എനിക്ക് തോന്നും അപ്പോൾ ഞാൻ വായിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ കയറിയ പിന്നെ ഞാൻ ബൈബിള് ഇപ്പം സമ്പൂർണ്ണമായിട്ട് ബൈബിൾ എനിക്ക് വായിക്കാനായിട്ട് സാധിച്ചു. ഇപ്പം ഞാൻ ഓരോ അധ്യായങ്ങൾ പ്രാർത്ഥിച്ചെടുത്തിട്ട് അരമണിക്കൂർ സാധിച്ചില്ലെങ്കിലും 10 മിനിറ്റായിട്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ട് ഡെയിലി പോകാറുണ്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അത് പ്രാർത്ഥിച്ച് പോകണം, അല്ലെങ്കിൽ അത് പ്രാർത്ഥനയിൽ തുടങ്ങണം എന്നുള്ളൊരിതുണ്ട്. ഒരു ടെൻഷൻ വന്നാൽ തന്നെയാണെങ്കിലും മാതാവിനോട് ആദ്യം തന്നെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. ഇപ്പോൾ ചേട്ടൻ്റെ ജോലി സ്ഥാപനത്തിൽ തന്നെയാണെങ്കിലും എന്തെങ്കിലും ഒരു വർക്കിൻ്റെ അതൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അത് നമ്മൾ ടെൻഷൻ എടുത്ത് ചെയ്താലും അതൊരു സിമ്പിളായിട്ട് അത് പെട്ടെന്ന് അതങ്ങോട്ട് മാറിപ്പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ഒപ്പമുണ്ടെന്ന് തോന്നാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുമക്കളുടെയൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള എന്തെങ്കിലും പൈസയായിട്ട് നമുക്കങ്ങനെ സഹായിക്കാൻ പറ്റാറുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിൽ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കാനും അവരോട് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലേക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കൂടുതൽ ഉറച്ചു നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് എല്ലാ ദിവസവും അത് കാണുകയും അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അയച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വരെ എന്നോട് ചോദിക്കാറുണ്ട് എന്താ നീ ഇന്ന് അയക്കാഞ്ഞതെന്ന് ചോദിച്ച് അവർ ഓരോ ദിവസവും അവരും എൻ്റെ ഒപ്പം തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത കൂട്ടുകാരുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് കൂടുതൽ മാതാവിനോട് എല്ലാ കാര്യങ്ങളും മാതാവായിട്ട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
മാതാവിനും ഈശോയ്ക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കട്ടെ. എൻ്റെ പേര് അനില സ്റ്റീഫൻ. ഞാൻ വരുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള പൂങ്കാവ് ഇടവകയിൽ നിന്നാണ്, അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ച്. 2023 ഒരു ഉടമ്പടി എടുത്ത് വളരെ ഗംഭീരമായി ഉഴപ്പിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഉടമ്പടി എടുത്ത് ഉഴപ്പി അത് കഴിഞ്ഞിട്ട് ഒരു ജോലി ആവശ്യത്തിനായി ദുബായിലേക്ക് വിസിറ്റ് എടുത്ത് പോവുകയുണ്ടായി. ആ സമയത്തൊന്നും ഈ ഉടമ്പടിനെക്കുറിച്ച് യാതൊരു ചിന്തയോ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ദുബായിക്ക് പോയത്. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് പോകുമ്പോൾ എൻ്റെ ആ ഉഴപ്പിയ ഉടമ്പടിയുടെ പ്രാർത്ഥനാ ബുക്കും ഉപ്പും എണ്ണയെല്ലാം ആയിട്ടാണ്, വിശുദ്ധ ഉപ്പും എണ്ണയായിട്ടാണ് ഞാൻ പോയത്, തൈലമായിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നു 1 മാസം ഞാൻ എൻ്റെ മെരിറ്റിൽ വിശ്വസിച്ച് എല്ലായിടത്തും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം 9 മണി തൊട്ട് 6 മണി വരെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ജോബ് സൈറ്റുകളിലും 100-ൽ കൂടുതൽ എത്രണ്ണം ചെയ്യുന്ന എനിക്കതിന് ഓർമ്മയില്ല, അത്രയധികം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു സോഫ്റ്റ്വെയർ ടെസ്റ്ററാണ്. അവിടെ ചെന്ന് ആ ജോലി തന്നെ ചെയ്യണമെന്ന് ഒരാഗ്രഹത്തോടു കൂടെ ഞാൻ പോയത്. അവിടെ ചെന്ന് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഒരു റിപ്ലൈ മെയിൽ പോലും, ഒരു കോള് പോലും, എനിക്കൊരു എൻക്വയറി കോള് പോലും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ 4 വർഷം കൊണ്ട് ഈ നാട്ടിൽ നിന്ന് സമ്പാദിച്ചു കൂട്ടിയ എൻ്റെ ഡിഗ്രികളോ അല്ലെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻസോ എക്സ്പീരിയൻസോ എല്ലാം വെറുതെയാണ്. ഒരു മൈനസിൻ്റെ താഴെ വല്ലതും ഉണ്ടെങ്കിൽ അത്രയും താഴെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് യൂട്യൂബിൽ ഞാൻ വീണ്ടും സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയത്, ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ആ ധ്യാനത്തിൽ ഇങ്ങനെ ഓരോന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ തിരിച്ചു വരണം, പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കൊണ്ടുപോയ ഉടമ്പടി ബുക്ക് എടുത്തിട്ട്, പ്രാർത്ഥന ബുക്ക് എടുത്ത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ തുടങ്ങി. ഒരു പക്ഷേ ഒരു പ്രാവശ്യം ഉഴപ്പിയത് കൊണ്ടും ഇനി ഞാൻ ഉഴപ്പുമോ എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടുമായിരിക്കാം അത് ഒന്നും നടന്നില്ല. എൻ്റെ വിസിറ്റ് നമുക്കറിയാം, ദുബായിലേക്കുള്ള വിസിറ്റ് വിസ എന്ന് പറയുന്നത് 2 മാസമാണ്. 2 മാസം തീരാറായി, ഒന്നും സംഭവിച്ചില്ല. ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നു, ഒരു എൻക്വയറി കോളോ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു കോള് പോലും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇതൊന്നുമല്ല, ഞാൻ ഇനിയും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനുണ്ട്, എൻ്റെ പ്രാർത്ഥനകൾ ഇനിയും കൂടുതൽ മുറുക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഇത്രയും റിജക്ഷൻസും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടാണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല, ഇട്ടിട്ട് പോകാമെന്നുള്ളൊരു വിചാരത്തിലേക്ക് വരേണ്ട ഒരാളാണ്. പക്ഷേ മാതാവ് എന്നെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ പ്രാർത്ഥനയിൽ മുറുകെ ജീവിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തൊരു വിസിറ്റ് എടുത്ത് വീണ്ടും പ്രാർത്ഥനയും ഇങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങളോർക്കും ഓക്കെ അവൾ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വന്നു, അപ്പോൾ ഉടനെ തന്നെ അടുത്ത ജോലി കിട്ടിയെന്ന് വിചാരിക്കും. രണ്ടാമത്തെ വിസിറ്റ് തീർന്നു, എനിക്ക് ഇങ്ങോട്ട് തീരേണ്ട ടിക്കറ്റ് എടുക്കേണ്ട സമയമായി. ഒരു കോള് പോലും വന്നില്ല. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ചോദിച്ചു ഇനി എന്താണ് ഞാൻ ചെയ്യാനുള്ളത്, കാരണം ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടുതൽ അടുത്ത് ചോദിച്ചു ഇനിയും ഞാൻ പ്രാർത്ഥിക്കണ്ട, അതോ നീ എനിക്കിവിടെ നിൽക്കാനില്ല, ഞാൻ നാട്ടിൽ പോയി ജോലി ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പക്ഷേ എൻ്റെ ബ്രദറിലോൻ്റെ മാരേജ് വരെയായിരുന്നു. അപ്പോൾ മാരേജിന് നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ചോദ്യം ഉണ്ടാവും, കാരണം റിലേറ്റീവ്സ് എല്ലാം മാരേജിനുണ്ടാവും. എല്ലാവരും ചോദിക്കും വലിയ കാര്യത്തിൽ ഓടി ദുബായിക്ക് പോയതാണ്, ജോലിയില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു, ചുമ്മാ നിൽക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത്രയും ഒരു നാണക്കേട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവരോട് എനിക്ക് പറയണം ഞാൻ പ്രാർത്ഥിച്ചെനിക്ക് ഞാൻ നേടിയെടുത്ത ജോലിയാണെന്ന് എനിക്ക് മഹത്വപ്പെടുത്തണം. ഒന്നും വേണ്ട, നീ ഒരു 2 മാസത്തെ ജോലി എനിക്ക് തന്നാൽ മതി, ആ ജോലി ചെയ്തിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കോളാം എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും എനിക്ക് കോളൊന്നും വന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു ഓക്കെ നീ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ നാട്ടിൽ പോയി ഒന്നുകൂടെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട സമയമായി. തിങ്കളാഴ്ച എനിക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ വെള്ളിയാഴ്ച ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, തിങ്കളാഴ്ചയല്ലേ, തിങ്കളാഴ്ച എടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഓഫീസ് ടൈം എന്ന് പറയുന്നത് 6 ആണ്, മാക്സിമം അവിടെ 6 ആണ്. 6 മണി കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വരികയാണ്, ഒരു ഇൻ്റർവ്യൂ കോള്. നിങ്ങൾ നാളെ സാറ്റർഡേ തന്നെ വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനന്ന് മുട്ടിൽ നിന്ന് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം അതെന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതും 6 മണി ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദുബായിൽ ആൾക്കാരെല്ലാം തിരിച്ച് വീട്ടിലേക്ക്, അവരൊന്നും ചെയ്യില്ല. ഒരു 5:30 ആകുമ്പോൾ തന്നെ അവരെല്ലാം അവരുടെ ജോലികളെല്ലാം നിർത്തി പോകാനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് എനിക്ക് ജോലിയുടെ ഇൻ്റർവ്യൂ കോൾ വന്നത് ആഫ്റ്റർ 6 ആണ്. ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് അവിടേക്ക് പോകുമ്പോൾ തൈലമെല്ലാം പൂശിപ്പോയി. പോകുന്ന വഴിക്ക് ഞാൻ ഒരു അടയാളം വേണമെന്ന് പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടത് എൻ്റെ ബസ് സ്റ്റോപ്പിൽ മാതാവിൻ്റെ കാശ് രൂപം ധരിച്ച ഒരു ചേച്ചി നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഇത് മതി, കിട്ടുമോ എന്നുള്ളതല്ല, നീ എനിക്ക് നിൻ്റെ ഞാൻ ചോദിച്ചത് നീ എനിക്കൊരു ഉത്തരമായി തന്നതാണ് ഈ ഇൻ്റർവ്യൂ എന്ന് ഞാൻ വിചാരിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പോയി.
ഇൻ്റർവ്യൂവിന് പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനമാണ് റോമ 10 അധ്യായം. ഈശോ കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. അത് ഞാൻ പോകുന്ന വഴിയിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ഞാൻ അവിടെ ഇൻ്റർവ്യൂ ഉള്ള സ്ഥലത്ത് ചെന്നു. ഓഫീസിൽ ചെന്ന് ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ കുറച്ച് വിശുദ്ധ ഉപ്പെടുത്തിട്ട് ഞാൻ അവരാരും കാണാത്തൊരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ ഇനി എനിക്ക് ഈ ഓഫീസിലേക്ക് എന്നും വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ജോലി കിട്ടിയാൽ മാത്രമേ ആ ഓഫീസിലേക്ക് ഇനി എന്നും വരാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ഓഫീസിലേക്ക് എന്നും വരാൻ നീ ഒരു അടയാളമായി മാറണേന്ന് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ എനിക്കിനി മൺഡേ എനിക്ക് ടിക്കറ്റ് എടുക്കണം. അതിന് മുന്നേ ഈ ഒരു ദിവസത്തിനുള്ളിൽ അവർ റിപ്ലൈ തരണം. അത് ഞാൻ ചോദിക്കുന്നതെല്ലാം ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, മാതാവിനോട് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരെനിക്ക് അന്ന് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സൺഡേയിൽ എനിക്ക് മെയിൽ വന്നു, നിങ്ങൾ ഒരു ഫൈനൽ ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്, അതിന് വരണം. അതിൽ 2 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 പേരിൽ ഇവർ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും ആ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ പോയി. വേറൊരു ലേഡി കൂടെ ഉണ്ടായിരുന്നു. അവിടെ ആ ഓഫീസിലുള്ള എനിക്ക് ആ ദുബായ് തന്നെ ഹസ്ബൻഡ് അല്ലാണ്ട് വേറെ ആരെയും എനിക്കറിയില്ല. ദുബായിലൊക്കെ ഒരു ജോലി പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്ന ഒരു റെഫറലാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, മാതാവേ എനിക്ക് ആരും റെഫർ ചെയ്യാനില്ല, നീ ആയിരിക്കണം എൻ്റെ റെഫറൽ, നീ ആയിരിക്കണം അവിടെ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടത്, നീ ആയിരിക്കണം എന്നെ അവിടെ സജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്ത ജോലിയല്ല, ഞാൻ ഈ ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കമ്പനിയിലെ HR-നോട് ചോദിച്ചു, എൻ്റെ CV നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. കാരണം ഈ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ മെയിൽ നമ്മൾ ചെക്ക് ചെയ്യും. ബിക്കോസ് നമ്മൾ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്, ഏതൊക്കെയാണ് ക്രൈറ്റീരിയ, JD ഒക്കെ നോക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ എൻ്റെ മെയിൽ മൊത്തം സെർച്ച് ചെയ്ത് നോക്കി. ഇങ്ങനൊരു കമ്പനിയിലേക്ക് ഞാൻ എൻ്റെ CV അയച്ചിട്ടില്ല. ലിങ്ക്ഡിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബ് സൈറ്റിലോ ഒന്നും ഈ ഒരു കമ്പനി ഞാൻ സെർച്ച് ചെയ്തിട്ട് പോലും ഇല്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആരോ വഴിയിട്ട് അവർക്ക് CV ഷെയർ ചെയ്ത് കിട്ടിയതാണ്. അവർ കുറേ നാളായി ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, ആരെയും കിട്ടുന്നില്ലായിരുന്നു, നിങ്ങളുടെ CV ആരോ വഴി ഷെയർ ചെയ്ത് കിട്ടിയതാണെന്നാണ്. ദൈവത്തിന് വളരെയധികം നന്ദി, ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. 2ാമത്തെ ഇൻ്റർവ്യൂവും കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഡിസ്കഷൻ നടക്കുമായിരുന്നു. ഡിസ്കഷൻ നടക്കുന്നതിൽ അവിടെ 2 പേര്, എന്നെ അറിയാത്ത 2 എംപ്ലോയീസ്, മാനേജറിന് വേറൊരാൾ എടുക്കണമെന്നായിരുന്നു. പക്ഷേ ഈ 2 എംപ്ലോയീസ് എനിക്ക് വേണ്ടി സംസാരിച്ചു. മാതാവ് അവരെ കൊണ്ട് സംസാരിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അവർ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ കാൻഡിഡേറ്റ് വേണ്ട, എന്നെ മതി എന്നുള്ള രീതിക്ക് അവർ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയായിരുന്നു. അവിടെ മാതാവ് അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. ആ ജോലി കിട്ടുന്ന സമയത്ത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള 2ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ ബ്രദറിനോടെ മാരേജ് ആയിരുന്നു. എനിക്ക് വരാൻ പറ്റില്ല, കാരണം ജോലിക്ക് ചെയ്ത് ഉടനെ തന്നെ ആരെയും നാട്ടിലേക്ക് വിടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ കൂടണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ജോലി നീ എനിക്ക് തന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞ് മാതാവിന് ഞാൻ നന്ദി പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് നിനക്ക് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നിരുന്നു. ഞാൻ ഇനി എപ്പോൾ ലീവിന് വരുന്നു അപ്പോൾ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, കമ്പനിയുടെ ഒരു ഷിഫ്റ്റിംഗ് വന്നു. കമ്പനി ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യായിരുന്നു. ആ ടൈമിൽ എനിക്ക് വിസ അടിക്കാനുള്ളത് കൊണ്ട് അവർ എനിക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നോ എന്നുള്ള പറഞ്ഞു. അങ്ങനെ എനിക്ക് ബ്രദറിൻ്റെ മാരേജും കൂടാൻ പറ്റി. അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു 2 മാസത്തെ ഒരു ജോലി തന്നാൽ മതി, ആ 2 മാസം കഴിയുമ്പോൾ ഞാൻ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മാതാവ് എനിക്ക് തന്നത് 2 വർഷത്തെ ജോബ് വിസയിലാണ് എനിക്ക് ജോലി തന്നത്. മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്, പത്രം കൊടുക്കണ്ടല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല, നമ്മൾ പത്രം പ്രേക്ഷിത പ്രവർത്തനമാണ്, എല്ലാവർക്കും കൊടുക്കണമെന്ന് മനസ്സിലായി. അത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത്, ഓക്കെ അങ്ങനെയാണ് ഞാൻ അറിയുന്നത് നമ്മൾ NRI ഉടമ്പടിയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു കെട്ട് പത്രമല്ലേ ഉള്ളൂ, വളരെ സന്തോഷം. കാരണം ബാക്കി ഈ 3 പ്രാവശ്യം പുതുക്കുമ്പോൾ പത്രം ഒന്നും കൊടുക്കണ്ട, പെട്ടെന്ന് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിക്കാം, പെട്ടെന്ന് സാക്ഷ്യം പറയാം, പെട്ടെന്ന് ഓടിപ്പോവാം, അങ്ങനെ വിചാരിച്ചു വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മാതാവ് എന്താ പറയുക, എനിക്ക് ചാലഞ്ചസ് ആണ് തരുന്നത്. നീ ഇത് ചെയ്യും, നിന്നെക്കൊണ്ട് പറ്റും, നീ ചെയ്യുമോ ഞാൻ നോക്കട്ടെ, ഞാൻ ചുമ്മാ അനുഗ്രഹം തന്നാൽ പോരല്ലോ എന്നുള്ള രീതിയിലാണ് മാതാവ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ മാതാവ് ഇതേപോലെ അതിനു മുന്നേ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് കയറിയപ്പോൾ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ഡിഫിക്കൽട്ടായപ്പോൾ പറയുന്നതിൻ്റെ അപ്പുറത്തെ ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇത്രയും പ്രാർത്ഥിച്ച് ഒരു ജോലി കിട്ടിയിട്ട് ഇത് ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയും? മനസ്സിന് സന്തോഷമില്ലാതെ ഒരു ജോലി ചെയ്തിട്ട് ഞാൻ അത് വന്നിട്ട് നീ തന്ന ജോലിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയുമെന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ച് പോവാണ്. അപ്പോൾ ഞാൻ പോകുന്നത് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ വാതിക്കൽ കൂടിയാണ്, എനിക്ക് അടുത്ത് തന്നെയാണ് ജോലി കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ബൈബിൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ജീവിതമായിട്ട് കണക്ട് ചെയ്തൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം വന്നു. അതായത് വിശുദ്ധ പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന്
ഒരു കൊട്ട, 3 കൊട്ട എന്തോ നിറയെ ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും വന്യജീവികളും ഇഴജന്തുക്കളും ഒക്കെ കൊട്ടയിൽ വെച്ചിട്ട് സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുകയാണ്, നീ ഇത് ഭക്ഷിക്കുക. അപ്പോൾ പത്രോസ് പറയാണ്, മലിനമായത് ഞാൻ ഭക്ഷിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അടുത്ത സ്വരം എന്ന് പറയുന്നത്, ഞാൻ സൃഷ്ടിച്ചതിനെ എങ്ങനെ മലിനമെന്ന് നിനക്ക് പറയാൻ സാധിക്കും? അപ്പം എനിക്കൊരു തോട്ട് വന്നു. കഥ പറയാണ്, ഞാൻ തന്ന ജോലിനെ ഡിഫിക്കൽട്ടോ എന്തോ ആയിക്കോട്ടെ, അത് നിനക്ക് എങ്ങനെ ചീത്തയാണെന്ന് പറയാൻ സാധിക്കുന്നു? കാരണം ഞാനത് മഹത്വപ്പെടുത്താൻ വേണ്ടി ചോദിച്ചൊരു കാര്യമാണ്. അത് എൻ്റെ നല്ലതിന് വേണ്ടി കിട്ടിയതാണ്, ഇന്നല്ലെങ്കിൽ നാളെ അതെൻ്റെ നല്ലതിന് വേണ്ടി ഭവിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ലീവിന് വേണ്ടി വന്നു. ലീവിന് വേണ്ടി വന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് അടുത്ത ചലഞ്ച് വന്നു, 3 കെട്ട് പത്രം. ഇതെങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വരണ്ടു പോയി. 1 കെട്ട് പത്രം തന്നെ എങ്ങനെ കൊടുക്കുമെന്നറിയാതെ വന്ന് എൻ്റെ കയ്യിലേക്ക് മാതാവ് തന്നത് 3 കെട്ട് പത്രം. NRI ഉടമ്പടിയല്ലേ, 3 കെട്ട് പത്രം എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, ഇതെവിടെ കൊണ്ട് കൊടുക്കും? എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഒരു പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്യാണ്ട് ചുമ്മാ പോയി ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ചെയ്യണമെന്നുള്ള ഇതിൽ ഞാൻ എന്ത് ചെയ്യും? പത്രം ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും? ഞാൻ ആദ്യം കണ്ടൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ സജസ്റ്റ് ചെയ്ത ഒരു പണിയാണ്, ഞാൻ വണ്ടിയെ പോകാം, നീ പുറകെ കയറി നമുക്ക് പത്രം എറിയുന്ന പോലെ എല്ലാ വീട്ടിലും എറിഞ്ഞെറിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ കൊടുക്കേണ്ടതല്ല പത്രം എന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ്. എൻ്റെ ഒരു ആൻറ്റിയുടെ വീടുണ്ടായിരുന്നു. ആൻറ്റിയുടെ വീട്ടിൽ ചെന്നു, നന്നായിട്ട് ഫേഷ്യലൊക്കെ ചെയ്തു, നന്നായിട്ട് ഒരുങ്ങി. കാരണം നമ്മൾ അലുത്ത കോളത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ പറയും, വേണ്ട പൊക്കോന്ന് പറയും. ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ്, നന്നായിട്ട് ഒരുങ്ങി നല്ല മിടുക്കിയായിട്ട് ഓരോ വീടുകളിലും കയറി ചെന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ, ഒരാൾ റിജക്റ്റ് ചെയ്താൽ പിന്നെ ഞാൻ തീർന്നു. ഈ കയറി ചെന്ന ധൈര്യമൊക്കെ അങ്ങ് താഴേക്ക് പോകും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, കഷ്ടമുണ്ട്, ഒരാൾ ആദ്യം ഒന്ന് വാങ്ങിച്ചു കിട്ടിയാൽ മതി, ബാക്കി ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ കയറി ചെന്നെന്ന് പറയുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഇരിക്കുന്നൊരു വീടായിരുന്നു. ആ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ കാണുന്നത് 2 പേരും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഇതെന്തായാലും കീറിക്കളയത്തില്ല, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയത്തില്ല, വാങ്ങും. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇത് വാങ്ങുമോ? എനിക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അവർ പറഞ്ഞു, കൃപാസനത്തിൽ പത്രം കൊടുക്കാൻ മടിയോ? ഞങ്ങൾ അവിടുത്തെ പഴയ പ്രേക്ഷിതരാണ്, നിന്നെയും കൊണ്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ആ അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ മക്കളുടെ വീടുകളെല്ലാം എൻ്റെ കൂടെ വന്ന് ആ പത്രം കൊടുപ്പിച്ചു. അങ്ങനെ ആ കൊടുക്കാനുള്ളൊരു ധൈര്യം എനിക്ക് യേശു തന്നു, സാന്നിധ്യത്തിലേക്ക് തന്നു. അങ്ങനെ ഞാൻ 3 പത്രങ്ങളും ബീച്ചിലും ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷനും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ആ പത്രം കൊടുത്തു. കാരണം ഞാൻ ബ്ലെസ്സിങ് വാങ്ങാൻ അപ്പോൾ അവർ പറയുന്നുണ്ട്, NRI ഉടമ്പടി എടുത്ത് അന്ന് തന്നെ നമുക്ക് ബ്ലെസ്സിങ് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വാങ്ങില്ല, അത് ഭയങ്കര ഈസി ആയി പോകും, പിന്നെ പത്രം കൊടുക്കാൻ എനിക്ക് മടിയാവും. സോ ബ്ലെസ്സിങ് വാങ്ങണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനു മുന്നേ ഞാൻ ഈ 3 കെട്ട് പത്രവും കൊടുത്ത് കഴിഞ്ഞിട്ടേ വരുമെന്നുള്ളത് ഞാൻ ഉറച്ച് തീരുമാനിച്ചിരുന്നു. എൻ്റെ 3 കെട്ട് പത്രങ്ങൾ എനിക്ക് വായിക്കാനുള്ള ഒരു പത്രം അല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വന്നിട്ടാണ് ഇവിടെ ബ്ലെസ്സിങ് വാങ്ങിച്ചതും സാക്ഷ്യം പറഞ്ഞതും. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തനം ചെയ്യുന്നതും ഒരുപാട് നമ്മുടെ ഇവിടുത്തെ പൂങ്കാവ് പാതിരപ്പള്ളി തന്നെ വൃദ്ധസനമുണ്ട്. അവിടത്തേക്ക് ഞാൻ ജോലി കിട്ടിക്കഴിയുമ്പോൾ തൊട്ടുള്ള എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞിട്ട് രോഗിയായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് അവരെ കാണുകയും അവർക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയധികം ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാധവനോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊക്കെ സാധിക്കാതിരിക്കോ എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. തന്നാലും ഇല്ലെങ്കിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരെയും വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് മാതാവിനോട് പറഞ്ഞുകൊണ്ട് 1000 നന്ദി പറയുന്നു. ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ആശ. ഞാൻ കൊല്ലം ജില്ലയിലെ വെളിയം സെൻറ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 7-നാണ്. കൃപാസനത്തെപ്പറ്റി അറിയാൻ പറ്റിയത്, ഞാനൊരു സഫയുടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അവിടെയുള്ള സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃപാസനത്തിൽ പോകുന്നതാണ് നല്ലത്, നീ അവിടെ കാല് കുത്തുമ്പോൾ തന്നെ നിനക്ക് അതിനുള്ള മറുപടി കിട്ടുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് വരാനായിട്ട് യാതൊരു സാധ്യതകളും ഇല്ല. കാരണം ഹസ്ബൻഡ് നാട്ടിലില്ല, ഒറ്റയ്ക്ക് വരാനൊട്ട് അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിച്ചു, അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചു. കാരണം ഇത്രയും ദൂരം ഒരു പള്ളിയിൽ പോകാനോ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള അത് ഹസ്ബൻഡ് സമ്മതിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അമ്മ വഴി എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ ഹസ്ബൻഡ് നെക്സ്റ്റ് ലീവിന് നാട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. ഒരുപാട് ജനങ്ങളെ കണ്ടു. ഇത്രയും വിശ്വാസികൾ ഇവിടെ വരുന്നെന്നുള്ള കാര്യം പോലും അന്നേരമാണ് അറിയുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഒരു ബോധവും ഇല്ലാതാണ് ഉടമ്പടി എടുത്തിരുന്നത്.
അങ്ങനെ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഉടമ്പടികൾ വെച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. കാരണം എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പ്രാർത്ഥിക്കുക എന്നതുള്ളത് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലൊന്നും അല്ല പ്രാർത്ഥിച്ചത്. വെറുതെ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്നുള്ള രീതിയിലാണ് പ്രാർത്ഥനയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കെ പോസ്റ്റ് PSCയുടെ എക്സാം വന്നു. ഞാൻ അന്നേരം വിചാരിച്ചു കുറച്ച് നന്നായിട്ട് പഠിക്കുമല്ലോ, ഒരുപാട് കൂടുതലിരുന്ന് പഠിക്കൊന്നും വേണ്ട, നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ബാംഗ്ലൂർ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഉടമ്പടി പ്രാർത്ഥന ഒന്നും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൂടെയുള്ള അവരാർക്കും ഉടമ്പടിയോ എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നിരുന്നാൽ തന്നെയും ഞാൻ അവരോട് ഉടമ്പടിയെപ്പറ്റി പറഞ്ഞു. അവർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എൻ്റെ കൂടെ 5:30 വെളുപ്പിന് 5:30 സന്ധ്യാപ്രാർത്ഥനയിലാണെങ്കിലും അവർ കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാം ആയതുകൊണ്ട് 2016 ഞാൻ GNM പാസ് ഔട്ടായത്. ഇത്രയും ഗ്യാപ്പുള്ളത് കാരണം പഠിക്കുന്ന ഓർമ്മയിരിക്കുന്നതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും മാതാവിനോടും ഈശോയോടും കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലൈറ്റിൽ ക്യാൻഡൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. എൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്യിച്ചു. അതുവഴി മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ നല്ലൊരു വിജയം തന്ന് അനുഗ്രഹിച്ചു. അതിനു മുമ്പായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എക്സാമായി. സെക്കൻഡ് ഇയർ എക്സാമിന് ഭയങ്കര പേടിയോടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ജോസഫച്ചൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോയത്. ജോസഫച്ചൻ ഞങ്ങൾക്കൊരു കാശ് രൂപം തന്നിരുന്നു. അത് ഞങ്ങൾ കൊന്തയിൽ ഇട്ടിട്ടാണ് പോയത്. ബയോകെമിസ്ട്രി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പാടായിരുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പ് എക്സാം ഹോളിൽ ഇടുകയും വിശുദ്ധ തൈലം പുരട്ടി പോവുകയാണ് ചെയ്തത്. ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. ആ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഈശോ വഴി അത്ഭുതം പ്രവർത്തിച്ചത് കാരണം ഞങ്ങളെല്ലാവരും തന്നെ ഫസ്റ്റ് ക്ലാസ്സോടെ ആ എക്സാം പാസ്സാവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് 5 വർഷമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ട് ഒരു ഏജൻസിയിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും 1 ലക്ഷം രൂപ അവിടെ പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്താണ് കുവൈറ്റ് പ്രോമെട്രിക്ക് സ്റ്റാർട്ടായത്. അപ്പം പ്രോമെട്രിക്ക് പഠിക്കാനും വേണ്ടിയിട്ട് ഒരു അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി. അവിടെ ചെന്നപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, മെറിറ്റിൽ മാത്രമുള്ള വിശ്വാസമേ ഉള്ളായിരുന്നു. എന്നാൽ ഇതൊക്കെ ദൈവം തന്നതാണെന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. മറ്റുള്ളവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര പേടി, ആശയ്ക്കെല്ലാം അറിയാമല്ലോ, ആശ ജയിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അത് എനിക്കും ഒരിതായിരുന്നു. എനിക്ക് പഠിക്കാൻ ഒരു കഴിവുണ്ടല്ലോ, ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ പേടിയെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിന് അവൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയാൽ അവൾക്ക് ഭയങ്കര സങ്കടമാവുമല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു. അതെൻ്റെ മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത്. ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്തു, അവിടെ പോയി എക്സാം ഹോളിൽ കയറി സിസ്റ്റത്തിൻ്റെ അവിടെ വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പൂശിയാണ് പോയത്. പാസ്പോർട്ടിലും ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടാണ് പോയത്. ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഏകദേശം പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ തന്നെ എല്ലാം അറിയാമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. പക്ഷെ തിരിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് ആദ്യം എന്നെക്കാൾ താമസിച്ച് പോയ എൻ്റെ കൂട്ടുകാരി അവിടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അറിഞ്ഞു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എന്തോ ഒരു ഭയം പോലെ തോന്നി. അതുവരെ ഇല്ലാത്തൊരു ഭയം എനിക്ക് തോന്നി. അവൾ പാസ്സായി, ഇനി എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മെയിലെടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഫെയിലായി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തകർച്ചയായിരുന്നു അത്. കാരണം ഓവർ കോൺഫിഡൻസോടെ മാതാവിനെയും ഈശോയെയും മറന്നുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയെന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. കാരണം ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ പഠിക്കുന്ന കാര്യങ്ങളും ഇത്രയും ടാലൻ്റൊക്കെ കിട്ടുന്നതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടായിരിക്കാം ദൈവം എനിക്കൊരു കൊട്ട് തന്നതാണ്. ഞാൻ ഫെയിലായി. പിന്നെ എനിക്ക്
അടുത്തൊരു എക്സാം എഴുതാൻ യാതൊരു ഇതും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നത്, നീ അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് പിന്നെ എടുത്തു. ഞാൻ ഒട്ടും പഠിച്ചില്ല, കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കാണ്ട് പോയി എഴുതുക എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും പോയി. അതിന് ഞാൻ പൊട്ടി. മൂന്നാമത് ഞാൻ ഡേറ്റ് എടുത്തു, അതും മൊത്തത്തിൽ പൊട്ടി. ഞാൻ പാളീസായി തിരിച്ചു വന്നു. പക്ഷേ അന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഉടമ്പടി എടുത്തത് എന്തിനാ, ഞാൻ മാതാവിനോടും യേശുവോടും അത് ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ കയ്യിലെ കുറ്റങ്ങൾ കൊണ്ടാണ് എനിക്കിങ്ങനൊരു പരാജയം ഉണ്ടായെന്ന് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി ചെയ്യുന്നുണ്ട്, പത്രമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു പൂർണ്ണമായിട്ടൊരു ആത്മീയതയിലല്ല ഞാൻ കൊടുത്തിരുന്നതെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ മൊത്തത്തിൽ അത് കളഞ്ഞു. പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇനി എങ്ങനെ അവരോട് പറയുന്നത്, ഇനി വേറൊരു ഏജൻസിക്ക് കൊടുക്കണം എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിച്ചു. ആകെ 3 അറ്റംപ്റ്റേ പറ്റുള്ളായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാമെന്ന് വിചാരിച്ചു. എത്ര കൊണ്ട് ചോദിച്ചിട്ട് അവർ ആ പൈസ തിരിച്ചു തന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം 1 ലക്ഷം രൂപയെന്ന് പറയുന്നത് ചെറിയ തുകയൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ അവിടുത്തെ മാനേജറെ വിളിച്ച് കാര്യം സംസാരിച്ചു. അയാളെ വിളിക്കുന്ന സമയത്തൊന്നും അയാൾ അവിടെ ഇല്ലെന്നാണ് അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത്. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് ആ ഒരു വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം ഫിനാൻഷ്യലി കുറച്ച് ബാക്കിലോട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റേത്. ഈ 1 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ മാതാവിനോട് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴി എനിക്ക് ആ 1 ലക്ഷം രൂപ 2 മാസത്തിനുള്ളിൽ തിരികെ കിട്ടി. അതിന് അമ്മ മാതാവിനും തിരുക്കുമാനും ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഇനി പുറത്തോട്ടൊന്നും നോക്കണ്ട, നാട്ടിലെവിടെയെങ്കിലും ജോലി നോക്കാം, അതായിരിക്കും ദൈവം വിധിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വേറൊന്നും നോക്കിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രോമെട്രിക്ക് പഠിക്കാൻ പോയ അക്കാഡമിയിൽ ഒരു കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു. ചേച്ചി ഇന്നതുപോലെ കുവൈറ്റ് MOH സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചേച്ചി അത് അപ്ലൈ ചെയ്യുന്നു, ഞാൻ ലിങ്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ അത് കൊടുക്കണം, എക്സാം വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എക്സാം വേണ്ട, ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ നീ ഇട്, ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ എക്സാം എഴുതി പാസ്സായ കുട്ടിയുടെയും പ്രോസസ്സിങ് എല്ലാം ഡിലേ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ അവളോടും പറഞ്ഞു, നീയും ഇത് അപ്ലൈ ചെയ്യും, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോയി ഇത് അപ്ലൈ ചെയ്തു. 2024 ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ അവർ ഇൻ്റർവ്യൂ പാസ്സായെന്നോ നിങ്ങൾ സെലക്ട് ആയെന്നോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതിനെപ്പറ്റി പിന്നെ യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു. പിന്നെ 2025 ജനുവരി 15 വീണ്ടും ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. വിശുദ്ധ തൈലം പുരട്ടുകയും ഉപ്പ് പാസ്പോർട്ടിൽ വിതറി കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയിരുന്നത്. കാശ് രൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും തന്നെ ഞാൻ ആൻസർ ചെയ്തു. ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു എനിക്കറിയാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഡോൺ വറി ആശ എന്ന് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുമല്ലോ, പുറത്തോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ 1 മന്ത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 3 ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി അടുത്ത വിസയാണല്ലോ വരുന്നത്, പെട്ടെന്നെല്ലാം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ യാതൊരു അനക്കവും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ കുവൈറ്റിലൊരു റൂൾ വന്നു. കുവൈറ്റിൽ റിലേറ്റീവ്സ് ഉള്ളവർ MOHൻ്റെ ഓഫീസിൽ നേരിട്ട് വന്ന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് അക്കോമഡേഷനിൽ നിങ്ങൾക്ക് വിസ അപ്ലൈ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് അറിയുന്നത് ഞാൻ ഉടമ്പടിയിൽ നിന്ന് കുറേ ഉഴപ്പി, ഉടമ്പടി പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, പിന്നെ പള്ളിയിൽ പോവില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാനിത് അറിയുന്നത്. പക്ഷേ ഇത് 3-4 ദിവസത്തിന് മുമ്പേ ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആയിരുന്നു. ഞാനത് കണ്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർ കാണുകയും അവർ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവർ കരുതിയിരുന്നത് ഞാനിത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം അവർ വിചാരിച്ചു ഞാനും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ചെയ്തില്ല. അങ്ങനെ അത് തന്നെയല്ല, ഹസ്ബൻഡ് അവിടെ നാട്ടിലായിരുന്നു, നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് ഒരു കൂട്ടുകാരനെ അയാളോട് പറഞ്ഞിട്ട് അയാൾ വഴി MOHൻ്റെ ഓഫീസിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. എൻ്റെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങളെല്ലാം നേരെ നടന്നു. കാരണം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പി നിന്നതുകൊണ്ടായിരിക്കും മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം ലേറ്റാക്കി. മാതാവിനെ അറിയാനും വേണ്ടിയിട്ടായിരിക്കും.
അതൊന്നും അന്നേരം ഞാൻ ചിന്തിച്ചില്ല. അന്നേരവും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊക്കെ വെറുതെയാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞു, നീ പ്രാർത്ഥന കൈവിടരുത്, എന്ത് വന്നാലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഒരു കാര്യം പോലും നടന്നിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിട്ട് പോലും എനിക്ക് മാതാവ് ഒന്നും തന്നെ നടത്തി തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരുതിയിരുന്നത് ഹസ്ബൻഡ് കൂടെ ഇനി തിരിച്ചു കയറി പോകാൻ പറ്റുമല്ലോ, കൂടെ പോകാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഈ നവംബർ ലാസ്റ്റ് എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ കുവൈറ്റിലോട്ട് കയറിപ്പോയി. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുകയാണ്, മാതാവിനെ വിളിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നീ കൃപാസനത്തിൽ പോ, ഉടമ്പടി പുതുക്ക്, നീ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക, എങ്കിലേ നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ മാതാവിൽ നിന്ന് അകന്നു പോയ വ്യക്തിയായിട്ട് പോലും ഞാനിവിടെ വന്നപ്പോൾ മാതാവ് എന്നെ സ്വീകരിച്ചു. അതിനുള്ളൊരു മറുപടിയായിട്ട് ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം, ആ ദിവസം ഞാൻ ഒട്ടും യോഗ്യയല്ല, ആ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് മാതാവ് എനിക്ക് തന്നു. അന്ന് എനിക്ക് വിസ പ്രോസസ്സിന്മേൽ എനിക്ക് മാതാവ് തന്നു. കാരണം ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിനാണ് പ്രാർത്ഥിച്ചത്, പക്ഷേ മാതാവ് അതിനല്ല തന്നത്, എൻ്റെ കാര്യമാണ് മാതാവ് ഏറ്റെടുത്തത്. അന്ന് തന്നെ എനിക്ക് വിസ പ്രോസസ്സിംഗ് മെയിൽ തന്നു. ഞാൻ മാതാവിനും തിരുക്കുമാനും ഒരുപാട് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷം എനിക്ക് വിസയും വന്നു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് 7 മണിക്ക് മുമ്പ് നിങ്ങളുടെ ഒരു കാര്യം സാധിച്ചു കിട്ടും, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വിസ വന്നു, ഇനി അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റാണ്, താമസിക്കാനൊരു അപ്പാർട്ട്മെൻറ്റാണ് കിട്ടേണ്ടത്. കാരണം വിസിറ്റിംഗ് ഓപ്പൺ ചെയ്തതുകൊണ്ട് ഒരു റൂം പോലും അവൈലബിൾ അല്ല. അത് തന്നെയല്ല, കിട്ടുന്ന റൂമുകളെല്ലാം ഭയങ്കര റെൻറ്റ് കൂടുതലായിരുന്നു, നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ വിഷയം വെച്ചിരുന്നത്, ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം, ഞാൻ വരുമ്പോഴത്തേക്കിന് എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് ശരിയാവണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ 6 മണി ആയപ്പോഴേ ഹസ്ബൻഡ് വിളിച്ചു പറയുന്നു, ഇന്നതുപോലൊരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചൊരു അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും മാതാവ് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരുക്കി തന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി പറഞ്ഞു. അതിനുശേഷം എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി, അടുത്ത എൻ്റെ ക്രിസ്മസിന് അല്ല എൻ്റെ ബർത്ത്ഡേക്ക് എന്തായിരിക്കും എനിക്ക് മാതാവ് ഒരു ഗിഫ്റ്റ് തരിക എന്നുള്ള ചിന്തയിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഡിസംബർ 30 എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ആ ദിവസത്തേക്കിനല്ല ചോദിച്ചത്, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ മാതാവ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് എനിക്ക് ടിക്കറ്റ് തന്നു. ഇന്ന് ഞാൻ വിസയും ടിക്കറ്റുമായിട്ടാണ് ഈ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഈ മാസം 18-ാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. അമ്മ മാതാവും തിരുക്കുമാനും ചെയ്ത എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ടുണ്ട്, വഴിയോരങ്ങളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇപ്പം ഞാനൊരു രോഗിയെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്, പൊതിച്ചോറ് വിതരണം ചെയ്തിട്ടുണ്ട്, അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എൻ്റെ വളർച്ചയെന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. കാരണം എൻ്റെ അയോഗ്യതകളും എല്ലാം എൻ്റെ ബലഹീനതകളെല്ലാം ദൈവം ഏറ്റെടുത്തെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ മാതാവ് ഈശോയും എന്നെ കൈക്കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ എനിക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹിക്കാനും ദൈവത്തെ അറിയാനും ഉള്ള കൃപ തന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ തന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നു. ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും, 3 നേരം ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്, ഇപ്പം വചനം എഴുതാറുണ്ട്. വചനത്തിൻ്റെ ഓരോ വചനവും ഇപ്പോൾ ഓരോരുത്തർ എൻ്റെ അടുത്ത് ഓരോ സങ്കടങ്ങൾ പറയുമ്പോഴത്തേക്കിന് ഞാൻ ബൈബിൾ സെർച്ച് ചെയ്ത് അതിനകത്തുനിന്ന് ഓരോ വചനങ്ങൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള വചനങ്ങൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും